പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ചൊല്ലുമല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനന്നാർ. എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ചൊല്ലുന്നതാണ്. എല്ലാവരും ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിറഞ്ഞ മനസ്സോടെ ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ. അല്ലാഹുവേ, നിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് എന്നെ അകറ്റണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, മാപ്പ് തരുന്നവരില്, കൃപ ചെയ്യുന്നവരില്, വിട്ടുവീഴ്ച ചെയ്യുന്നതില് ഏറ്റവും മുമ്പിൽ റബ്ബേ നീയാണ് അല്ലാ. അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കിയിട്ട് എനിക്ക് അഫ്വ് തരണേ അല്ലാ. ഓരോ നോമ്പ് കഴിയുമ്പോഴും മുഅ്മിനെ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമുക്കൊരു മാറ്റമില്ലല്ലോ. ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്, ദുനിയാവിന്റെ പുറത്തുകൂടെ സംസാരിക്കുകയാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ കളിയാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഇനി ഒരു കൊല്ലം നമുക്ക് തന്നുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ഉപ്പമാരും എവിടെയാണ്, നമ്മുടെ ഉമ്മമാരും എവിടെയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരും എവിടെയാണ്? അവരെല്ലാവരും വിട പറഞ്ഞിട്ട് 6 അടി മണ്ണാകുന്ന പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിലല്ലേ ഇനി നമുക്കിതുപോലെ കടന്നു വരാൻ പറ്റോ? ഇനി ഇതുപോലെ നമുക്ക് ദുആ ചെയ്യാൻ ഒരു സമയമുണ്ടാകുമോ? ഇനി ഇതുപോലെ നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരാൻ പറ്റുമോ? ഇന്ന് മുതൽ നിങ്ങളൊക്കെ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദുആ ചൊല്ലുമോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ അത്ഖ് റിഖാബനാ വവാലിദീനാ മിനന്നാർ. അല്ലാഹുമ്മ അർഹം മൗതാനാ വശ്ഫി മറളാനാ. അല്ലാഹുമ്മ ഇന്നക نسألك حسن الخاتمة. اللهم لا تفجعنا بفقد من نحب. اللهم حببنا لخلقك وحبب خلقك إلينا. اللهم صل وسلم على نبينا محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹുമ്മ തഖബ്ബൽ സിയാമനാ, അല്ലാഹുമ്മ തഖബ്ബൽ സുജൂദനാ വറുകൂഅനാ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എപ്പോഴും അവസാനത്തെ 10 മാത്രമല്ല, റമളാനിന്റെ 1-ാമത്തെ ദിവസം മുതൽ ഇങ്ങനെ ദുആരക്കുമായിരുന്നു. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, അല്ലാഹുമ്മ തഖബ്ബൽ സിയാമനാ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ തഖബ്ബൽ സുജൂദനാ. അല്ലാഹുവേ, ഞങ്ങളുടെ സുജൂദുകളെ നീ സ്വീകരിക്കണേ അല്ലാ. വറുകൂഅനാ, ഞങ്ങളുടെ റുകൂകളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ഫഅഫു അന്നാ യാ കരീം, ഫഅഫു അന്നാ യാ റഹീം, ഫഅഫു അന്നാ യാ അക്രമൽ അക്രമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ ഖദ്ദംനാ വമാ അഖർനാ വമാ അസ്റർനാ വമാ അലന്നാ വമാ അൻത അലമു ബിഹി മിന്നാ. ഇന്നക അൻതസ് സമീഉൽ ഖരീബ് ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ദുആ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് വല്ലാത്തൊരു മാറ്റമാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എഴുതിയെടുക്കാൻ പറ്റുന്നവർ അവസാനത്തെ 10 ഇങ്ങനെ ദുആരന്നോ. അല്ലാഹുമ്മ തഖബ്ബൽ സിയാമനാ, അല്ലാഹുമ്മ തഖബ്ബൽ സുജൂദനാ വറുകൂഅനാ ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ.
اللهم إنك عفو تحب العفو فاعف عنا يا أكريم الله فاعف عنا يا كريم فاعف عنا يا رحيم فاعف عنا يا أكرم الأكرمين اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما علنا وما أنت أعلم به منا إنك أنت السميع القريب برحمتك يا أرحم الراحمين. മുഅ്മിനീങ്ങളെ, ഈ ഒരു ദുആ നമുക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ റബ്ബിനോട് ചോദിക്കുന്നത് പോലെയാണ്. അല്ലാഹുവിനെ വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ്. ഏതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പറയാ, ഒന്ന് തരൂ ഷെഫീഖ്, ഒന്ന് തരൂ സുബൈർ, ഒന്ന് തരൂ. നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയല്ലോ, അള്ളാഹിനോട് ഇങ്ങനെ അഫൂ ചോദിക്കാൻ ആവർത്തിച്ച് യാ കരീം യാ റഹീം. ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. അതുമാത്രവുമല്ല, ഇനിയുള്ള ഈ 2 ദിവസം ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായി 4 സൂറത്ത് നമ്മൾ ഓതുക. അതിൽപ്പെട്ട ഒന്നാമത്തത് സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ കാവൽ കിട്ടാൻ നല്ലതാണ്. രണ്ടാമത്തത് സൂറത്തു തക്കാസുറാണ്. അൽഹാകുമുത് തകാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ. ഈ ഒരു സൂറത്ത് ഓതുക. ഇത് 6 അടി മണ്ണിൽ നമുക്ക് വിജയമാ. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ബുദ്ധി വർദ്ധിക്കാൻ ഇത് കാരണമാണ്. മൂന്നാമത്തെ സൂറത്ത് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഏതെന്നറിയുമോ? أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. എന്തിനായി ഓതുന്നു എന്നറിയുമോ? അവസാനത്തെ 10 നമ്മൾ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ ആഗ്രഹിക്കുന്നവരാണ്. ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം, ലൈലത്തുൽ ഖദറിന്റെ സന്തോഷം അല്ലാഹു നിങ്ങൾക്ക് തരണോ? ഈ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോഴൊക്കെ ഖൽബിലൊരു ചിന്ത, റബ്ബേ കരുണക്കടലായ അല്ലാഹ്, എനിക്ക് നല്ലതുപോലെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഞാൻ ഇരിക്കുന്നവളാണ്. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നോമ്പവിടം പിരിയുന്നതിന് മുമ്പ്, അല്ലാഹുവേ, ഈ നോമ്പ് പിരിയുന്നതിന്റെ മുമ്പ് നല്ലപോലെ എനിക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാലാമത്തെ സൂറത്ത് ഏതും അല്ലാഹുവേ, നാലാമത്തെ സൂറത്ത് ഏതെന്നറിയുമോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ 4 സൂറത്ത് 2 ദിവസം കൊണ്ട് നിങ്ങൾ എത്ര വട്ടം ഓതാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾ ഓതുക. എന്നാൽ കിടന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓതിയാൽ ഇതുപോലെ ഒരു സന്തോഷം നിങ്ങൾക്കില്ലല്ലോ, ഇതുപോലെ ഒരു ആനന്ദം നിങ്ങൾക്കില്ലല്ലോ, ഇതുപോലെ ഒരു സുഖലോലുപതയില്ലല്ലോ. കണ്ണീറും പ്രശ്നവുമൊക്കെ മാറാൻ ഇത് കാരണമാണ്. അള്ളാഹു നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. കഴിവിന്റെ
കഴിവിന്റെ പരമാവധി എല്ലാരും ഒന്ന് പതിവാക്കുക. അല്ലാഹുമ്മ അല്ലാഹുവേ, ഈ ഒരു ദുആ ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നറിയുമോ? നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയവർക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹ് നിശ്ചയമായിട്ടും നീ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നീ, അല്ലാഹുവേ മാപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്ന ഇഷ്ടമുള്ളവനല്ലേ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വവാലിദീനാ മിനന്നാർ, അല്ലാഹുവേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മളെ മാത്രമല്ലല്ലോ, നമ്മളെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നീ അവരെ കരകയറ്റണേ അല്ലാഹ്. അതും കഴിഞ്ഞിട്ടില്ല, പിന്നെ പറയുന്നത് അല്ലാഹുമ്മ അർഹം മൗതാനാ, അല്ലാഹുവേ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. വഷ്ഫി മറലാനാ, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ രോഗങ്ങൾ സങ്കടങ്ങളല്ല നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുസ്നൽ ഖാതിമ, പടച്ചവനെ നിന്നോട് അന്ത്യം നന്നാകാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ അന്ത്യം നന്നാകാൻ ഞങ്ങൾ ചോദിക്കുകയാണ് എന്നുള്ള ഈ ഒരു ദുആ നിങ്ങളങ്ങ് ചൊല്ലുമ്പോ ആർക്കൊക്കെയാ നമ്മൾ അഫുവിനെ ചോദിച്ചത്? ഈ അല്ലാഹുവേ നരകമോചനത്തിന്റെ പത്തിലേക്ക് നമ്മളൊന്ന് കടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് പറയുന്നത് നമ്മുടെ ഉമ്മമാർക്കാണ്, നമ്മുടെ വാപ്പമാർക്കാണ്, നമ്മുടെ സഹോദരങ്ങൾക്കാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ എന്നിൽ നിന്നെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം. എന്നെ സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ നീ എനിക്ക് തൗഫീക്ക് തരണം. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ ചോദിക്കുമ്പോ അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല, അല്ലാഹു നമ്മളെ ഖായിബാക്കൂല. അതുകൊണ്ട് ആ ഒരു ചിന്തയിലൂടെയായിരിക്കണം നമ്മൾ കടന്നു വരാനുള്ളത്. അല്ലാഹുവിലേക്ക് ചോദിച്ചുകൊണ്ട് കടന്നു വന്നോ എന്റെ ഉമ്മമാരെ, ഇത് കരയാനുള്ള മാസമാണ്. ഇന്ന് പല ആളുകളും ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നറിയുമോ? ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളോട് ഞാനെന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനത്തെ 10 വീടിന്റെ അകത്തട്ടിലിരുന്ന് മുസല്ലാ വിരിച്ചിരുന്നു കൊണ്ട് കരയാനുള്ള നമ്മള്, അല്ലാഹുവേ അവസാനത്തെ 10 നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നവരാണ്. സുബഹിക്ക് മുമ്പ് കടകമ്പോളങ്ങളിൽ പോയി നിൽക്കുന്നവരാണ്. അല്ലാഹ് മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ് എടുക്കാ നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളൊന്ന് മറന്നുപോയത് ഈ പരിശുദ്ധമായ ദിവസത്തെയാണ്. എത്തുക്കുമിനാറിന്റെ ഈ ഒരു 10 നമ്മൾ നല്ലതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കണ്ടേ. അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള സമയമുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യൂലല്ലോ, നമുക്കതിനുള്ളൊരു സമയവുമില്ലല്ലോ. അവസാനത്തെ 10 ഷോപ്പിങ്ങിന്റെ 10, അവസാനത്തെ 10 ഷോപ്പിങ്ങിന്റെ 10 മുഅ്മിനീങ്ങളെ, അവസാനത്തെ 10 ഷോപ്പിങ്ങിന്റെതല്ല, അത് കരയാനുള്ളതാണ്. കണ്ണുനീരോടെ റബ്ബിലേക്ക് ചോദിക്കുവാനാണ്. റഹ്മത്തിന്റെ 10 പറഞ്ഞല്ലോ, വിട പറഞ്ഞല്ലോ, ആ റഹ്മത്ത് ഒന്നുകൂടെ ചോദിക്കാനാണ്. മഗ്ഫിറത്തിന്റെ 10 പിരിഞ്ഞല്ലോ, ആ മഗ്ഫിറത്തിന്റെ 10 ഒന്നുകൂടെ ചോദിക്കാനാ. നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ച് കരയാനാ ഈ അവസാനത്തെ 10. അതിന്റെ പകരം ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാക്കല്ല. അവസാനത്തെ 10 ഇവിടെ നല്ല നമ്മുടെ പല നാടുകളിലും, നമ്മുടെ വടക്കോട്ട് പോകുമ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം സുബൈക്ക് ഇറങ്ങി വാതിലിങ്ങനെ പോകുന്നൊരു ടൈമില്, ജില്ല പറയണില്ല, എന്നാ പിന്നെ എല്ലാവർക്കും ടെൻഷനാവും. സുബഹി കഴിഞ്ഞിട്ട് ചില കടകളുടെ മുമ്പിൽ ക്യൂ ആണ് നമ്മുടെ ഉമ്മമാര്. ചില കടകളുടെ മുമ്പില് ക്യൂ ആണ്. കട തുറക്കല് ഇടിയ പിന്നെ എല്ലാവർക്കും നോമ്പാന്ന് പറയുകയും ചെയ്യുന്നു, ഇല്ലേ? ഇടിയുണ്ടാക്കേണ്ടെന്നൊരാവശ്യമില്ലല്ലോ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടിയിരുന്നല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഒരു ദിവസം ഒന്ന് ഇറങ്ങിയിട്ട് മേടിച്ചൂടെ? അവസാനം കരയാനുള്ള 10 ഷോപ്പിംഗ് ആക്കി മാറ്റിയവരാണോ? എന്നാൽ
അങ്ങനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ കരയേണ്ടി വരും, നമ്മൾ ദുഃഖിക്കേണ്ടി വരും, നമ്മൾ ഖേദിക്കേണ്ടി വരും. അവസാനം ഈ ഉള്ള റമളാനിനോട് സലാം പറയുന്ന 10 സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറയുമ്പോൾ ഒരു തൗബയിലൂടെ കടക്കണം അല്ലേ? നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. ഏതൊരാളതിലെ പോയി നടന്നു എന്നതിലെ റമളാനാഖിറിൽ നീയും നിറങ്ങി പോയി എന്നാലോ ബറക്കത്താകെ പോയിടുമേ. അവസാനത്തെ 10കളിൽ അല്ലാഹു സന്തോഷം തരുന്നത് ആ ഒരു ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരാണ് റബ്ബിനോട് ചോദിക്കുക? പിന്നെ ആരാണ് പടച്ചവനോട് ചോദിക്കുന്നത്? പിന്നെ ആരാണ് അള്ളാഹുവിനോട് പറയുന്നത്? പിന്നെ ആരാണ് പടച്ച തമ്പുരാനോട് സങ്കടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് 4 സൂറത്ത് കൂടെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ അവസാനത്തെ 10 4 സൂറത്ത് കൂടെ പതിവാക്കുക. അങ്ങനെ പതിവാക്കിക്കൊണ്ട് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമാണ്. കണ്ണേറ് മാറും, അതുപോലെ തന്നെയാണ് ശാരീരികമായ രോഗങ്ങൾ മാറും, സങ്കടങ്ങളെ അള്ളാഹു മാറ്റിത്തരും. അതിനെന്ത് വേണമെന്നറിയുമോ? 4 സൂറത്തുകൾ ഈ അവസാനത്തെ 10 നമ്മൾ പതിവാക്കണം. അവസാനത്തെ 10ന്റെ ആദ്യത്തെ ഈ 2 ദിവസമുണ്ടല്ലോ, ഈ 2 ദിവസം ഈ 4 സൂറത്ത് പതിവാക്കുന്നവർക്ക് നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു പ്രതിഫലം തരുന്നതാണ്. അവസാനത്തെ 10ന്റെ ആദ്യത്തെ 2 ദിവസം 4 സൂറത്ത് നമ്മൾ പതിവാക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഇന്ന് ഈ മജ്ലിസിൽ സംഗമിച്ച എല്ലാവരെയും അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണു നിറയുന്ന സംഭവങ്ങളാണ്. എന്തിന് ഈ അള്ളാഹിന്റെ നരകത്തെ ഓർത്ത് കല്ല് പോലും കരഞ്ഞു പോയ കഥകൾ നമ്മൾ പറയും. അല്ലാഹു കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു തആല സഫലീകരിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ പവിത്രമായ മഗ്ഫിറത്തിന്റെ 10 സലാം പറഞ്ഞ് പിരിയുകയാണ്. കരുണക്കടലേ ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ റഹ്മത്ത് പിരിഞ്ഞു പോയി, മഗ്ഫിറത്ത് പിരിഞ്ഞു പോയി. അല്ലാഹുവേ നമുക്കെല്ലാ പ്രതിഫലവും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. റാഹിമായ അല്ലാഹ് ഞങ്ങളുടെ മാനസികമായ സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ മകളുടെ കിഡ്നി അസുഖവുമായി വല്ലാത്ത സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ, ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്, കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. വീട്ടിലേക്ക് റോഡ് ശരിയാകാൻ പറഞ്ഞവർ, വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറഞ്ഞവർ, അതുപോലെ കഴുത്ത് വേദന കാരണം സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല, വിഷമമാണെന്ന് പറഞ്ഞവർ, അതുപോലെ കുടുംബത്തിൽ പരസ്പര ഐക്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, അതുപോലെ വർഷങ്ങളായി വാടക വീട്ടിലാണ്, ഖൈറായ ഒരു വീട് കിട്ടാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എന്റെ ഭർത്താവിന് പനിയാണ്, നല്ല ക്ഷീണമാണ്, ദുആരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉപ്പാടെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്റെ വാപ്പാന്റെ വേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പടച്ചവനെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ അല്ലാഹുവേ എന്റെ മുറാദ് ഹാസിലാകാൻ ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ അല്ലാഹ് ഖൈറായ വഴി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നന്മ നിറഞ്ഞ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യ
ചെയ്യണേ അല്ലാ. ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റിലൂടെ എഴുതിയിട്ടിട്ടുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. അത് മുഴുവനും കബൂലാക്കണേ അല്ലാ. അത് മുഴുവനും സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവിടണേ അല്ലാഹുവേ. നീ ഞങ്ങളുടെ ദുആ നീ തട്ടല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.